Hi all, welcome back to PSC Aspirant with SCRT SS. 10ാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള ഹിസ്റ്ററി യൂണിറ്റ് 3 സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന പാഠഭാഗത്തിലെ പാർട്ട് 1 ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1-ൽ നമ്മൾ സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും എങ്ങനെയാണ് സാമാന്യ ബോധജ്ഞാനം നേടിയെടുക്കുന്നത്, എന്തൊക്കെയാണ് അവയുടെ പരിമിതികൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് സോഷ്യോളജി, സമൂഹശാസ്ത്രം എന്തൊക്കെയാണ്, സമൂഹശാസ്ത്ര സങ്കല്പങ്ങൾ സമൂഹവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെയാണ് ഇവയുടെ സവിശേഷതകൾ എന്നിവയാണ് നോക്കാനുള്ളത്. സമൂഹശാസ്ത്രം സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം. സമൂഹശാസ്ത്രത്തിന് സമൂഹത്തിലെ ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും ഘടനകളെയും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നു. സമൂഹശാസ്ത്രത്തിൻ്റെ ആദ്യകാല ചിന്തകരിൽ പ്രമുഖരായിരുന്നു കാൾ മാർക്സ്, എമിൽ ദുർക്കിം, മാക്സ് വെബർ തുടങ്ങിയവർ. സാമൂഹിക വിശകലനത്തിനായി സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ, സോഷ്യൽ റിലേഷൻഷിപ്സ്, സാമൂഹിക സ്ഥാപനങ്ങൾ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹിക ഘടന, സോഷ്യൽ സ്ട്രക്ചർ തുടങ്ങിയവ. ഇവിടെ പറയുന്നത് എന്താണ് സമൂഹശാസ്ത്രം? സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. ഇവയിൽ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്? സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക ഘടനകളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ആദ്യകാല ചിന്തകർ? കാൾ മാർക്സ്, എമിൽ ദുർക്കിം, മാക്സ് വെബർ. സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ, ഇടപെടലുകൾ എന്നിവയാണ് സാമൂഹിക ബന്ധങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക ഘടനയും സാമൂഹിക സ്ഥാപനങ്ങളുമാണ്. ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണം, കരുതൽ, വാത്സല്യം തുടങ്ങിയവയും കൂട്ടുകാരുമായുള്ള സൗഹൃദത്തിലൂടെ ലഭിക്കുന്ന ആഴമേറിയ ബന്ധങ്ങൾ, സമ്പർക്കങ്ങൾ, കൂട്ടായ്മ എന്നിവയുമെല്ലാം സാമൂഹിക ബന്ധങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഏറ്റവും ആദ്യം സമൂഹം എന്ന രീതിയിൽ നമ്മൾ ഓരോ വ്യക്തികളും ബന്ധപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ സാമൂഹിക സ്ഥാപനം ഏതാണ്? കുടുംബമാണ്. എന്തൊക്കെയാണ് കുടുംബത്തിൻ്റെ സവിശേഷതകൾ? അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം, കരുതൽ, വാത്സല്യം. അങ്ങനെ കൂട്ടുകാർ, പിയർ ഗ്രൂപ്പ്സ്, അവയിൽ നമുക്ക് കിട്ടുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? ആഴമേറിയ ബന്ധങ്ങൾ, സമ്പർക്കങ്ങൾ, കൂട്ടായ്മ. സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനായി സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ. നമ്മളെ സമൂഹത്തിൽ നിയന്ത്രിക്കുന്നതിന് സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് എന്ത്? സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇവ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവൃത്തികളെയും പ്രവർത്തന രീതിയെയും ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം പൊതുവായി അംഗീകരിക്കപ്പെട്ട മൂല്യങ്ങൾ സ്വാംശീകരിച്ച് അത് വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കുകയും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കുടുംബം, വിവാഹം, മതം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അതായത് ഓരോ വ്യക്തിയുടെയും ബന്ധങ്ങളെ സുസ്ഥിരമാക്കുന്നതിനും വ്യക്തികളുടെ പ്രവൃത്തികളിൽ അവ അംഗീകരിക്കപ്പെട്ട മൂല്യങ്ങൾ സ്വാംശീകരിച്ച് അവ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതും അതുപോലെ തന്നെ സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നവയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാമൂഹിക സ്ഥാപനങ്ങൾ? ഏതൊക്കെയാണ് സാമൂഹിക സ്ഥാപനത്തിനുള്ള ഉദാഹരണങ്ങൾ? ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, സ്റ്റാറ്റസ്, പങ്ക്, റോൾ, നിലനിൽപ്പ്, ഉത്തരവാദിത്വം തുടങ്ങിയവയെ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് സാമൂഹിക ഘടനയാണ്. സമൂഹത്തിലെ വഴക്കങ്ങൾ, ചട്ടങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. സമൂഹത്തിന് ക്രമവും സ്ഥിരതയും നൽകാൻ സാമൂഹിക ഘടന സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ വിവിധ ഘടകങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെ
വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഏതൊക്കെ സാമൂഹിക ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? സാമ്പത്തികം, പാരിസ്ഥിതികം, ഭരണപരം, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ. ഇത്തരത്തിലുള്ള ഘടകങ്ങളെക്കുറിച്ച് പഠിച്ച് വിശകലനം ചെയ്യുന്നതാണ് ഏത് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത്. അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ ചാൾസ് റൈറ്റ് മിൽസ് 1959 രചിച്ച ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന സങ്കല്പനം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സോഷ്യൽ ഇമാജിനേഷൻ എന്ന കോൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട പുസ്തകം ഏതാണ്? ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ബൈ ചാൾസ് റൈറ്റ് മിൽസ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിക്കുന്ന നൈപുണിയായിട്ടാണ് അദ്ദേഹം ഈ സങ്കല്പനം മുന്നോട്ട് വെച്ചത്. വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും അടയാളപ്പെടുത്തുകയും അതിനെ വിശാലമായ നിരീക്ഷണത്തിനും വിശകലനത്തിനും വിധേയമാക്കി വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം വിഭാവനം ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവയുടെ കാരണങ്ങൾ, അതിന് വിശാലമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശകലനം ചെയ്യുന്നു, വിശദീകരിക്കുന്നു. ഈ രീതിയാണ് ചാൾസ് റൈറ്റ് മിൽസ് ഏത് രീതിയിലേക്ക് വിഭാവനം ചെയ്തത്? സമൂഹശാസ്ത്ര സങ്കല്പം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. സമൂഹശാസ്ത്ര സങ്കല്പവും സാമൂഹിക വിശകലനവും, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് സോഷ്യൽ അനാലിസിസ്, എല്ലാ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക കാരണങ്ങളെയും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയും. സാമൂഹിക ഘടനകൾ എങ്ങനെയാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. വ്യക്തികളെ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും വിശാലമായ സാമൂഹിക ഘടനകളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവങ്ങളെയും ജീവിതാവസ്ഥയെയും നോക്കിക്കാണാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തരാക്കുന്നു. സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് ഓരോന്നായി നോക്കാം. അപ്പോൾ എന്താണ് സമൂഹശാസ്ത്ര സങ്കല്പം? ഓരോ വ്യക്തികളെയും വിശദമായി പഠിക്കുന്നു, വ്യക്തിയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നു, വിശകലനം ചെയ്യുന്നു, സാമൂഹിക ഘടനകളുടെ പശ്ചാത്തലത്തിൽ അവയെ നോക്കിക്കാണാൻ പ്രാപ്തരാക്കുന്നു. 1. വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു. അല്ലെ, എന്താണ്? വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പിക്ചർ? ഒരു ആക്സിഡന്റ് നടക്കുന്നതാണ്. അപ്പോൾ എന്താണ് വ്യക്തിഗത വീക്ഷണം? ഇതുമായി ബന്ധപ്പെടുത്തി നമുക്കതിനെ എങ്ങനെ മനസ്സിലാക്കാം? ഒരാൾ വാഹനാപകടത്തിൽ പെടുന്നത് അയാളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമാണോ? മറ്റു കാരണങ്ങൾ അതിന് പിന്നിൽ ഉണ്ടാവില്ലേ? എന്തൊക്കെയാണവ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും വണ്ടി ഓടിക്കുന്നവരാണ്, വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണ്, ആക്സിഡന്റുകൾ കാണാറുണ്ട്. എന്തൊക്കെയാണ് ഈ ആക്സിഡന്റിന് പിന്നിലുള്ള കാരണങ്ങൾ? ഓടിക്കുന്ന ആളുടെ അശ്രദ്ധ മാത്രമാണോ? അല്ല. നോക്കൂ, ട്രാഫിക് നിയമലംഘനം, വാഹനപ്പെരുപ്പം, ജനസംഖ്യയ്ക്കനുസൃതമായ സഞ്ചാര സൗകര്യമില്ലായ്മ, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിന്റെ വീഴ്ച, റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണ രീതി തുടങ്ങി പല ഘടകങ്ങളും ഇതിനു പിന്നിലുണ്ട്. ഇത് ഏതിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും? സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നു. സിമ്പിളാണ് അല്ലേ? ഈ പിക്ചറിൽ എന്താണ് കാരണം? ആക്സിഡന്റ് ഉണ്ടാവുന്നതിനുള്ള കാരണം എന്താണ്? സീബ്ര ലൈനാണ്. അതിലൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്രോസ് ചെയ്യുന്ന ആളും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം അല്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് ട്രാഫിക് നിയമലംഘനം. വ്യക്തിഗത പ്രശ്നങ്ങളെ മറ്റ് സാമൂഹിക ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് തിരിച്ചറിയുന്നതിനും അതിലൂടെ വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നതിനും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നു.
അപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങളാണ് ഈ ആക്സിഡന്റിന് പറയുക അല്ലെ. അതിനെ നമ്മൾ കൂട്ടിയിണക്കി നമ്മുടെ ചിന്തയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വീക്ഷണത്തെ വിശാലമാക്കാൻ നമുക്ക് ഏതിലൂടെ സാധിക്കുന്നുണ്ട്, സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നുണ്ട്. ആത്മഹത്യാ നിരക്കും സമൂഹവും, സൂയിസൈഡ് റേറ്റ് ആൻഡ് സൊസൈറ്റി. ആത്മഹത്യയെ വ്യക്തിപരമായ കാര്യം മാത്രമായി കണ്ടിരുന്ന കാലത്താണ് സമൂഹശാസ്ത്രത്തിന് അടിത്തറയിട്ടവരിൽ പ്രധാനിയായ എമിൽ ദുർക്കിം അതിനു പിന്നിലെ സാമൂഹിക കാരണങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചത്. തന്റെ പഠനത്തിലൂടെ ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ ഉപരി സാമൂഹിക കാരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. 1897 പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തന്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചത്. എമിൽ ദുർക്കിമിന്റെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ രണ്ടാമത്തെ സവിശേഷത, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ലിംഗപദവി അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 2017-2023 കാലഘട്ടത്തിലെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് എങ്ങനെയാണ്? പുരുഷൻ, സ്ത്രീ അല്ലേ. 2017-18 75.1, സ്ത്രീയുടെ നിരക്ക് 21.1. എങ്ങനെയാണ് ക്രമം? ഓരോ വർഷവും അതിൽ വർധനവുണ്ടാകുന്നു. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഇവ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2017 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ ലിംഗപദവി ജെൻഡർ അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രദേശത്തെ സാമ്പത്തിക പുരോഗതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് തൊഴിൽ പങ്കാളിത്തം. വിവിധ വർഷങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ പങ്കാളിത്ത നിരക്കുകൾ തമ്മിലുള്ള വിടവ്, ഗ്യാപ്പ് ശ്രദ്ധിച്ചില്ലേ? പുരുഷന്മാരാണ് കൂടുതലുള്ളത്, സ്ത്രീകള് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ എണ്ണം കുറയാൻ കാരണം അവർ മുന്നോട്ട് വരാത്തതാണെന്ന സാമാന്യ ബോധജ്ഞാനത്തിനപ്പുറത്ത് മറ്റു ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് ചിന്തിക്കാൻ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം കുറവായതെന്തുകൊണ്ടെന്ന് പരിശോധിച്ചാൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക ഘടകങ്ങൾ അതിന് കാരണമായുണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. സ്ത്രീയുടെയും പുരുഷന്റെയും തൊഴിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളുടെ എണ്ണം പൊതുവെ കുറവാണ്. താരതമ്യേന കൂടി വരുന്നുണ്ടെങ്കിൽ കൂടിയും പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ വളരെ പുറകിലാണ്. എന്തൊക്കെയായിരിക്കും ഇതിനുള്ള കാരണങ്ങൾ? അത് നമ്മൾ എങ്ങനെ നോക്കിക്കാണരുത്? സാമാന്യ ബോധജ്ഞാനത്തിലൂടെയല്ല നോക്കിക്കാണേണ്ടത്. എങ്ങനെയാണ്? സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെയാണ് നമ്മൾ അതിനെ തിരിച്ചറിയേണ്ടത്. എങ്ങനെയാണ്? ചില സമൂഹങ്ങൾ പുരുഷന്മാർ കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ട ഉത്തരവാദിത്തമുള്ളവരായി പ്രതീക്ഷിക്കുന്നു. കുടുംബത്തെ പരിപാലിക്കേണ്ടവരാണ് സ്ത്രീകളെന്നും അതോടൊപ്പം കണക്കാക്കുന്നു. സ്ത്രീകളുടെ തൊഴിലവസരങ്ങളെ പരിമിതപ്പെടുത്തുന്ന ലിംഗപദവി അടിസ്ഥാനപ്പെടുത്തിയുള്ള വഴക്കമാണിത്, ജെൻഡർ നോംസ്. ഇത് കാരണം സ്ത്രീകൾക്ക് വരുമാനമുള്ള തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. സ്ത്രീകളുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥയ്ക്ക് ഇത് കാരണമാകുന്നു. ചില സമൂഹങ്ങളിൽ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൂടുതൽ ലഭിക്കുകയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കുറയുകയും ചെയ്യുന്നുണ്ട്. ഇത് സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥയ്ക്കും അതുവഴി തൊഴിൽ പങ്കാളിത്തത്തിൽ കുറവ് സംഭവിക്കുന്നതിനും കാരണമാകുന്നു. തൊഴിൽ പങ്കാളിത്തത്തിലെ ലിംഗപദവി വിടവിന് കാരണം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള നിരവധി സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായ ഘടകങ്ങളെ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയും. ഇപ്പം നമുക്കറിയാം, കേരളത്തിലാണ് നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത്. സാക്ഷരതയിൽ നമ്മൾ വളരെ മുന്നിലാണ്. പക്ഷേ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ സ്ത്രീ പുരുഷ ഈ ഒരു സാക്ഷരതയിലായാലും ഒക്കത്തിലും നമ്മൾ എന്താണ് പിന്നാക്കാവസ്ഥയിലാണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ ഇന്നും സ്ത്രീകൾ വീടുകളിൽ ഒതുങ്ങിക്കൂടുകയും അതുപോലെ തന്നെ കുട്ടികളെ പരിപാലിക്കുന്നവരായും പുരുഷന്മാർ മാത്രം ജോലി ചെയ്യുന്ന സമൂഹവും നമുക്കിടയിലുണ്ട്. അതെന്താണ് എന്നാണ് പറയുന്നത്? അത് സമൂഹത്തിലെ വഴക്കങ്ങളാണ് അല്ലേ? ഇതുകൊണ്ട് തന്നെയാണ് ഈ കാണുന്ന റിപ്പോർട്ടിൽ എന്തായിട്ട് തോന്നുന്നത് നമുക്ക്? സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് പുരുഷന്മാരുടെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, താരതമ്യം ചെയ്യുന്ന സമയത്ത് സ്ത്രീകളുടെ എണ്ണം കുറവാണ്. വ്യക്തിഗത പ്രശ്നങ്ങളുടെ സാമൂഹിക ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമല്ല, സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രയോജനപ്പെടുന്നു.
അപ്പോൾ നമ്മൾ 2 കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തേത് എന്തായിരുന്നു? വ്യക്തിഗത വീക്ഷണങ്ങളെ വിശാലമാക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാടിനെ വിശാലമാക്കുന്നു. രണ്ടാമത്തേത് സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. എത്തിക്കഴിഞ്ഞാൽ അതിന് പിറകിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. മൂന്നാമത്തേത് സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു. ഇഷാൻ എന്ന വ്യക്തി താൻ പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോൾ സംസാരിച്ച വാക്കുകൾ ശ്രദ്ധിക്കൂ. ഞാൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം ഒരു ചിത്രകാരനാകണമെന്നായിരുന്നു. പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ ഞാൻ ചിത്രരചന ഒരു ജോലിയായി സ്വീകരിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നില്ല. ക്രമേണ ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ച് ഒരു എഞ്ചിനീയറാകാൻ തീരുമാനിച്ചു. എൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു ഞാൻ എഞ്ചിനീയർ ആയത് എന്ന ധാരണയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എങ്കിലും ഞാനതിൽ തൃപ്തനായിരുന്നില്ല. ആഴത്തിൽ ചിന്തിച്ചപ്പോൾ ഞാൻ എഞ്ചിനീയർ ആയത് എൻ്റെ മാത്രം തീരുമാനത്തിലല്ല എന്ന് എനിക്ക് മനസ്സിലായി. മാതാപിതാക്കൾ, അധ്യാപകർ, കൂട്ടുകാർ അങ്ങനെ പലരുടെയും അഭിപ്രായം എന്നെ സ്വാധീനിച്ചിരുന്നു. ഇപ്പോൾ എഞ്ചിനീയർ ജോലിയിൽ നിന്ന് വിരമിച്ച് ഞാൻ ചിത്രരചനയിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സന്തോഷവാനാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷാൻ എഞ്ചിനീയറിംഗ് ജോലി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ആരുടെയൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്താം. മാതാപിതാക്കൾ, അധ്യാപകർ, കൂട്ടുകാർ, അല്ലേ? ചുറ്റുപാടുമുള്ള ആളുകളുടെയൊക്കെ സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം എഞ്ചിനീയർ ആവുന്നത്, അല്ലേ? തന്റെ തീരുമാനത്തെക്കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്തിയപ്പോഴാണ് ഇഷാന് ഈ കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞത്. എന്താണ്? എൻ്റെ മാത്രം തീരുമാനത്തിലല്ല, മറ്റുള്ളവരുടെ നിർബന്ധത്തിലാണ് ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തത്, അല്ലേ? സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള നൈപുണ്യാണ് സ്വയം പ്രതിഫലനം, സെൽഫ് റിഫ്ലെക്സിവിറ്റി. സ്വയം പ്രതിഫലനം നടത്തിയപ്പോഴാണ് ഇഷാന് ഈ തിരിച്ചറിവ് ലഭിച്ചത്. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങളെ മനസ്സിലാക്കുന്നതിനൊപ്പം ഓരോ വ്യക്തിക്കും അവരവരെ കുറിച്ച് തന്നെ ആഴത്തിൽ തിരിച്ചറിയാനും സ്വയം പ്രതിഫലനം നടത്താനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് നൽകുന്നു ഏത്? സമൂഹശാസ്ത്ര സങ്കല്പം. വ്യക്തിഗതമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക കാരണങ്ങളെ സ്വയം പ്രതിഫലനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. ഇത് സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതിയിൽ നിന്ന് മാറിയുള്ള വിശാലമായ വിലയിരുത്തലുകൾക്ക് സഹായിക്കും. ഇത്തരത്തിൽ വ്യക്തിതലത്തിലും സാമൂഹിക തലത്തിലും സമൂഹശാസ്ത്ര സങ്കല്പം ഒരുപോലെ നേട്ടമുണ്ടാക്കുന്നു. 4. അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പരീക്ഷകൾക്ക് സ്ഥിരമായി കുറഞ്ഞ സ്കോർ ലഭിക്കുന്നുവെന്നും പഠനകാര്യങ്ങളിൽ ആ കുട്ടി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും വിചാരിക്കുക. അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് സാമാന്യ ബോധജ്ഞാനത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എത്താൻ സാധ്യതയുള്ള നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അലസതയായിരിക്കാം, അല്ലെങ്കിൽ ഫോണുകളിലുള്ള കളി, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ്, ഇതൊക്കെ നമുക്കവിടെ പറയാൻ സാധിക്കും. എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ വിശാലമായ സാമൂഹിക ഘടകങ്ങളുടെ സ്വാധീനം ആ കുട്ടിയുടെ പഠനത്തിലും സ്വഭാവത്തിലും കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണവ? നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്? കുട്ടിയുടെ കുടുംബ പശ്ചാത്തലത്തിലെ പ്രശ്നങ്ങളായിരിക്കും, വിഭവങ്ങളുടെ പ്രാപ്യതക്കുറവ്, അല്ലെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് കുട്ടി സ്കൂളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ കുട്ടിക്ക് പഠന വൈകല്യങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാം. ഇത്തരത്തിലുള്ള വിശകലന സാധ്യതകൾ നമുക്ക് സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സമീപിക്കുമ്പോൾ ആ കുട്ടിയോട് നിങ്ങൾക്ക് കൂടുതൽ അനുതാപം ഉണ്ടാവുകയും എമ്പതി, ആ കുട്ടിക്ക് പിന്തുണയും പ്രചോദനവും നൽകുന്നതിന് നിങ്ങൾ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സിനിമ ഓർമ്മ വന്നിട്ടുണ്ടാവും. ആ രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് നോക്കുക. മറ്റുള്ളവരുടെ അനുഭവങ്ങൾക്ക് പിന്നിലെ സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തികൾക്ക് വൈവിധ്യമാർന്ന വീക്ഷണങ്ങളിലൂടെ അവയെ സമീപിക്കാൻ സാധിക്കുന്നു. അതിലൂടെ അനുതാപവും സഹിഷ്ണുതയും വളർത്തിയെടുക്കാനും കഴിയുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഏത്? അനുതാപവും സഹിഷ്ണുതയും വളർത്തിയെടുക്കാൻ കഴിയുന്നു. 5. വിമർശനാത്മക ചിന്ത വളർത്തുന്നു. പ്രിയ ജനിച്ചു വളർന്നത് ഒരു ഗ്രാമത്തിലാണ്. തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം മികച്ച തൊഴിലും ജീവിത സാഹചര്യങ്ങളും തേടി അവൾ നഗരത്തിലേക്ക് കുടിയേറി. പക്ഷേ അവിടെ ജോലി നേടാനും സുരക്ഷിതമായ താമസ സൗകര്യം കണ്ടെത്താനും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായി.
കുറച്ചു നാളത്തെ അന്വേഷണത്തിന് ശേഷം അവൾക്ക് ഒരു ജോലി ലഭിച്ചുവെങ്കിലും അധികം വൈകാതെ തന്നെ ആ ജോലി നഷ്ടമായി. ഈ അവസരത്തിൽ പ്രിയ ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ടു. തനിക്ക് തൊഴിൽ നഷ്ടപ്പെട്ടത് തനിക്ക് മാത്രം സംഭവിച്ച തികച്ചും വ്യക്തിപരമായ ഒരു പ്രശ്നമായിട്ടാണ് പ്രിയ കരുതിയിരുന്നത്. എന്നാൽ തന്നെപ്പോലെ തൊഴിൽ നഷ്ടപ്പെട്ട നിരവധി കുടിയേറ്റക്കാർ ആ നഗരത്തിലുണ്ടെന്ന് ലേബർ ഓഫീസിൽ വെച്ച് അവൾക്ക് മനസ്സിലായി. അവരുമായി ഇടപെട്ടും ലേബർ ഓഫീസ് മുഖേനയും കുടിയേറ്റക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രിയയ്ക്ക് ചില അറിവുകൾ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയ കാര്യങ്ങളെ വിമർശനാത്മകമായി ചിന്തിക്കാൻ ശ്രമിക്കുകയും കുടിയേറ്റക്കാരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ തുടങ്ങുകയും ചെയ്തു. ക്രമേണ അവൾക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് ജോലി സംബന്ധമായി കുടിയേറിയ പ്രിയ എന്ന വ്യക്തിയുടെ അനുഭവം വായിച്ചില്ലേ? പ്രിയ അനുഭവിക്കുന്ന ഏതെല്ലാം വ്യക്തിഗത പ്രശ്നങ്ങളാണ് മറ്റു കുടിയേറ്റക്കാരുടെയും പൊതുവായ പ്രശ്നങ്ങളായി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? തൊഴിൽ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള താമസ സൗകര്യം. നമ്മൾ പലരും ബാംഗ്ലൂരോ അല്ലെങ്കിൽ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി അന്വേഷിച്ച് പോകുന്നത് കാണാറുണ്ട്. അത്തരത്തിൽ പെട്ടെന്ന് നമുക്കൊരു തൊഴിൽ ലഭ്യമാവണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സുരക്ഷിതമായൊരു താമസ സൗകര്യം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് എല്ലാ വിഭാഗത്തിലുള്ള കുടിയേറ്റക്കാരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. പുതിയ സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്നതിന് ക്രിയാത്മകമായി ഇടപെട്ടപ്പോൾ കുടിയേറ്റക്കാരുടെ മിക്ക പ്രശ്നങ്ങളും സമാനമാണെന്ന് വിമർശനാത്മക ചിന്തയിലൂടെ പ്രിയയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചു. വ്യക്തിഗത പ്രശ്നത്തിൽ മറ്റ് സാമൂഹിക ഘടകങ്ങൾ കൂടി സ്വാധീനിക്കുന്നുവെന്ന് കണ്ടെത്താനും അവൾക്ക് കഴിഞ്ഞു. അതിലൂടെ തൻ്റെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ പ്രിയയ്ക്ക് സാധിച്ചു. കൂടെ മറ്റുള്ളവരെ പിന്തുണയ്ക്കാനും ഇത്തരത്തിൽ വിവിധ സാമൂഹിക ഘടകങ്ങൾ വ്യക്തിജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ വിമർശനാത്മക ചിന്തയിലൂന്നിയ സമൂഹശാസ്ത്ര സങ്കല്പം വ്യക്തികളെ സഹായിക്കുന്നു. പ്രിയ വിചാരിച്ചു അവളുടെ മാത്രം പ്രശ്നമാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. അവൾ ലേബർ ഓഫീസിൽ പോയി അന്വേഷിച്ച സമയത്താണ് അവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചത് ഇത് എല്ലാ ആളുകളും അഭിമുഖീകരിക്കുന്ന, അല്ലെങ്കിൽ അവിടേക്ക് വന്ന് തൊഴിൽ അന്വേഷിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അതിനെ വിമർശനാത്മകമായി ചിന്തിച്ചു, ഇതിനെ എങ്ങനെ മറികടക്കാം. ആ രീതിയിൽ പ്രിയ ചിന്തിക്കുകയും അവൾക്ക് അതിൽ നിന്ന് മുന്നേറാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ അല്ലെങ്കിൽ കുട്ടികളെ എന്തിനു കൂടി പ്രാപ്തരാക്കുന്നു? വിമർശനാത്മകമായി ചിന്തിക്കാൻ പ്രാപ്തരാക്കുന്നു. ക്രിട്ടിസൈസ് ചെയ്യാം, എന്നിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? പരിഹാരം കണ്ടെത്തുന്നു. ഓക്കെ, ആറാമത്തത് ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഒരു ചെറിയ പട്ടണത്തിലാണ് റിനു താമസിക്കുന്നത്. സംതൃപ്തമായ ജോലിയും കുടുംബവുമുള്ള അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ യാതൊരു കുറവുകളുമില്ല എന്നു തന്നെ വിശ്വസിച്ചിരുന്നു. പക്ഷേ റിനുവിന് പലപ്പോഴും അകാരണമായ ഉത്കണ്ഠയും വിഷാദവും അനുഭവപ്പെടുമായിരുന്നു. ഇത് ആരോടെങ്കിലും പങ്കുവച്ചാൽ മറ്റുള്ളവർ തനിക്ക് മാനസിക രോഗമാണെന്ന് കരുതുമെന്നും തന്നെ ഒറ്റപ്പെടുത്തുമെന്നും അദ്ദേഹം ഭയന്നു. അതിനാൽ റിനു അത് ആരെയും അറിയിച്ചില്ല. ഒരിക്കൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഒരു സെമിനാറിൽ അദ്ദേഹം പങ്കെടുത്തു. അവിടെ നടന്ന ചർച്ചകളിൽ നിന്നും മാനസികാരോഗ്യ വിദഗ്ധരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യമെന്ന് റിനു തിരിച്ചറിഞ്ഞു. മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗുണാത്മകമല്ലാത്ത ചില വഴക്കങ്ങളും മുൻധാരണകളും സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് തൻ്റെ അവസ്ഥ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തൻ്റെ മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹം സുഹൃത്തുക്കളോട് പങ്കുവച്ചു. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാമൂഹിക അവബോധം സൃഷ്ടിക്കാൻ റിനുവും സുഹൃത്തുക്കളും ഒന്നിച്ച് പ്രവർത്തിക്കാനും ആരംഭിച്ചു. ഇന്നത്തെ സമൂഹത്തിൽ പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ് എന്ത്? ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ. അത്തരത്തിൽ നമ്മളൊരു കൺസൾട്ടേഷനോ നമ്മളൊരു ചികിത്സയോ നേടിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. മാനസികാരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത സമൂഹം ഇന്നും ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള റിനു എന്ന വ്യക്തിയും സുഹൃത്തുക്കളും തയ്യാറാവുന്നു അല്ലേ? റിനുവിൻ്റെ അനുഭവം വായിച്ചല്ലോ. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ അവബോധം മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് പ്രചോദനം ചെയ്യും.
അല്ലേ? ഇപ്പോൾ ഇവിടെ പറഞ്ഞൊരു തെറ്റായിട്ടുള്ള കാര്യം തുടർച്ചയായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നതിന് നമ്മളെ ഏത് സഹായിക്കുന്നുണ്ട്? സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നുണ്ട്. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങൾ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ അനന്തരഫലങ്ങളിലും ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. നമ്മൾ പല സ്ഥാപനങ്ങളുമായിട്ട് നമുക്ക് എന്തുണ്ട്, നമ്മുടെ കോണ്ടാക്ട്സ് ഉണ്ട് ജീവിതത്തിൽ. അതിൽ നമുക്ക് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുന്നതിനും കറക്റ്റായി തിരിച്ചറിഞ്ഞ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ നമ്മളെ ഏത് പ്രാപ്തമാക്കുന്നുണ്ട്? സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തരാക്കുന്നുണ്ട്. വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും സാമൂഹിക ഘടകങ്ങൾ കാണാൻ കഴിയും. സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം സമീപിച്ചാൽ ഈ സാമൂഹിക വീക്ഷണം രൂപപ്പെടുത്താൻ സാധ്യമല്ല. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. സാമാന്യ ബോധജ്ഞാനത്തിൽ കൂടി മാത്രം വ്യക്തിഗത പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും കാണുന്ന രീതിക്കപ്പുറം പ്രശ്നങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കണം. വ്യക്തിഗത പ്രശ്നങ്ങൾ കേവലം വ്യക്തിപരമായ പരാജയമായി കാണുന്നതിനു പകരം സാമൂഹിക പ്രശ്നങ്ങളായി തിരിച്ചറിയാൻ സമൂഹശാസ്ത്ര സങ്കല്പം പ്രാപ്തി നൽകുന്നു. വിവിധ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നു. ഇതിലൂടെ പ്രശ്നപരിഹാരത്തിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇത് കൂടുതൽ ഫലപ്രദമായ സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായകരമാകും. അങ്ങനെ മാറ്റത്തിനായി പ്രവർത്തിക്കാനും സാമൂഹിക നയങ്ങൾ രൂപപ്പെടുത്താനും സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ പലതിനെയും നമ്മൾ ഊഹോപോഹങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സമീപിക്കേണ്ടത് ഒരു പ്രശ്നത്തെ പരിഹാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആ പ്രശ്നത്തെ ക്രിയാത്മകമായി വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ ഏതിലേക്ക് എത്തിച്ചേരണം? പരിഹാരത്തിലേക്ക് എത്തിച്ചേരണം. അത് ഏത് രീതിയിലൂടെ നമുക്ക് നടക്കും എന്നാണ് പറയുന്നത്? സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നു. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ സവിശേഷതകൾ. സമൂഹശാസ്ത്ര സങ്കല്പത്തിന് അതിരുകളില്ല. എന്തൊക്കെയാണ് സവിശേഷതകൾ? വിശാലമായ വ്യക്തിഗത വീക്ഷണം, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാം, സ്വയം പ്രതിഫലനം സാധ്യമാകുന്നു, അനുതാപവും സഹിഷ്ണുതയും സാധ്യമാക്കുന്നു, വിമർശനാത്മക ചിന്ത നൽകുന്നു, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളെയും നിത്യജീവിതത്തിലെ സാമൂഹിക പ്രശ്നങ്ങളെയും നിരീക്ഷിക്കുകയും അവയെപ്പറ്റി ഒരു ജേർണലിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇത്തരം വ്യക്തിഗത അനുഭവങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും എങ്ങനെയാണ് വിശാലമായ സാമൂഹിക പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്തൂ. ഈ കണ്ടെത്തലുകൾ വിശകലനം ചെയ്ത് ജേർണലിൽ കുറിക്കുക. നിങ്ങളുടെ വിശകലനക്കുറിപ്പ് സാമൂഹ്യശാസ്ത്ര ക്ലബിൽ ഡിജിറ്റൽ അവതരണം നടത്തി ചർച്ച ചെയ്യുക. സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും. കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സമൂഹശാസ്ത്രം അതിൻ്റെ അറിവ് തേടുന്നത് സാമാന്യ ബോധജ്ഞാനത്തിന് അതീതമായാണ്. സമൂഹശാസ്ത്രപരമായ അന്വേഷണത്തിൽ നിന്ന് സാമാന്യ ബോധജ്ഞാനം മനസ്സിലാക്കാനും വിശദീകരിക്കാനും സാധിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലെ വ്യത്യസ്ത മാർഗങ്ങളാണ് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും. ഇവ പരസ്പര ബന്ധിതവും എന്നാൽ സമൂഹശാസ്ത്രത്തിലെ സവിശേഷമായ ആശയങ്ങളുമാണ്. ഈ ആശയങ്ങൾ രണ്ടും സമന്വയിപ്പിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് സമൂഹവുമായി വിമർശനാത്മകമായി ഇടപഴകാനും സാമാന്യബോധത്തിൽ മാത്രം അധിഷ്ഠിതമായ നിലപാടുകൾ ഒഴിവാക്കാനും സാധിക്കുന്നു. ഇതിലൂടെ വ്യക്തികൾക്ക് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും സാമൂഹിക പെരുമാറ്റങ്ങളുടെയും സാമൂഹിക പ്രശ്നങ്ങളുടെയുമെല്ലാം സങ്കീർണതകളെ വിവേചിച്ചറിയാനും കഴിയുന്നു. സാമൂഹിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഒന്ന് നോക്കിക്കൊള്ളാം. സാമാന്യ ബോധജ്ഞാന സമീപനവും സമൂഹശാസ്ത്ര സങ്കല്പ സമീപനവും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? വ്യക്തിഗത വീക്ഷണങ്ങളിലും അനുഭവങ്ങളിലുമായി പരിമിതപ്പെട്ടിരിക്കുന്നു. അതിന് പുറത്തേക്ക് ചിന്തിക്കുന്നില്ല. ഇത് എൻ്റെ മാത്രം പ്രശ്നമാണ്. എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പത്തിലോ വ്യക്തിഗത അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇതിൻ്റെ വ്യാപ്തി വലുതാണ്. രണ്ടാമത്തേത്, പലപ്പോഴും വാർപ്പ് മാതൃകളെ സ്റ്റീരിയോടൈപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഉപരിതല വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ. ആഴത്തിലേക്ക് ചിന്തിക്കുന്നില്ല. മുകൾ പരപ്പിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ചിന്താധാരയാണ് അവിടെ ഉടലെടുക്കുന്നത്. എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പത്തിൽ സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുന്നു.
ക്ലിയർ? സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല. എവിടെ? സാമാന്യ ബോധജ്ഞാനത്തിൽ. അവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, ക്രിറ്റിസിസം നടക്കുന്നില്ല. ഇവിടെ സമൂഹശാസ്ത്ര സങ്കല്പത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ സാമാന്യ ബോധജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു മുകൾ പരപ്പിലെ രീതി മാത്രമാണ്. ചിന്താധാര ചെറുതാണ്. ഒന്നിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ വിമർശനാത്മകമായി നമ്മളതിനെ സമീപിക്കുന്നില്ല. നേരെ ഡിഫറൻ്റ് ആണ് സമൂഹശാസ്ത്ര സങ്കല്പ രീതി. വ്യാപ്തി കൂടുതലാണ്. നമ്മൾ വ്യക്തിപരമായ പ്രശ്നങ്ങളെ മറ്റു സാമൂഹിക ഘടകങ്ങളുമായി കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ പ്രശ്നം വിശകലനം ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രിറ്റിസിസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വിശകലന സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ടാണ് അതിൻ്റെ പരിഹാര മാർഗം കണ്ടെത്തുന്നത്. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സൂക്ഷ്മ സ്ഥൂല ബന്ധങ്ങൾ, മൈക്രോ ആൻഡ് മാക്രോ റിലേഷൻഷിപ്പ്. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത്, മാക്രോ എന്ന് പറഞ്ഞാൽ വലുത് കണ്ടെത്തുന്നതിന് സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു. സമൂഹശാസ്ത്ര സങ്കല്പം നമ്മെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നു. വ്യക്തിജീവിതവും സാമൂഹിക ഘടനകളും തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധം മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇങ്ങനെ സാമൂഹിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശക്തമായ ഒരു ഉപകരണവും നൈപുണിയും സമീപനവുമായി സമൂഹശാസ്ത്ര സങ്കല്പം മാറുന്നു. ഇനി ഇവിടെ കുറച്ച് സാമൂഹിക പ്രശ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയിലെ സാമാന്യ ബോധജ്ഞാനവും അതുപോലെ തന്നെ സമൂഹശാസ്ത്ര സങ്കല്പവും നിങ്ങളോട് കണ്ടെത്തി ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. ദാരിദ്ര്യം. സാമാന്യ ബോധജ്ഞാനം കഠിനാധ്വാനത്തിലുള്ള താല്പര്യമില്ലായ്മ. ദാരിദ്ര്യത്തിനുള്ള കാരണം ആ ആള് കഠിനാധ്വാനം ചെയ്യുന്നില്ല, താല്പര്യമില്ല, അല്ലെങ്കിൽ തൊഴിലിന് പോകാൻ സന്നദ്ധയല്ല. സമൂഹശാസ്ത്ര സങ്കല്പം വിഭവങ്ങളുടെ അസമമായ വിതരണം, അല്ലെ കൃത്യമായിട്ടുള്ള വിതരണം അവിടെ നടക്കുന്നില്ല. എല്ലാവർക്കും ഒരേ രീതിയിൽ സമൂഹ വിതരണം സാധ്യമാകുന്നില്ല. അതുപോലെ തന്നെ ദാരിദ്ര്യത്തിനുള്ള കാരണമായിട്ട് പറയാം തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ പ്രശ്നം തൊഴിലില്ലായ്മ, അലസത, ആരോഗ്യ പ്രശ്നങ്ങളാവാം, അല്ലെ അത്തരത്തിലുള്ളതുണ്ട്. തൊഴിലില്ലായ്മയ്ക്കുള്ള കാരണം ജനസംഖ്യാ വർധനവ്, പിന്നെ പല തൊഴിലിനോടുള്ള വിമുഖത, പഠന സമ്മർദ്ദം, അക്കാഡമിക് പ്രഷർ, പരാജയപ്പെടുമെന്ന ഭയം. പഠന സമ്മർദ്ദത്തിന് സാമാന്യ ബോധജ്ഞാനം നൽകുന്ന സമീപനം പരാജയപ്പെടുമെന്ന ഭയം. ഉൾവലിയുന്ന രീതി ഉണ്ടാവാം കുട്ടിക്ക്, ഉൾവലിയുന്ന രീതി. ഉയർന്ന സ്കോർ നേടാൻ വിദ്യാലയത്തിൽ നിന്നുള്ള സമ്മർദ്ദം. സമൂഹശാസ്ത്ര സങ്കല്പത്തിൽ നമ്മൾ പറയും ഉയർന്ന സ്കോർ നേടാൻ ആ കുട്ടിയെ നമ്മളിങ്ങനെ പ്രഷർ കൊടുക്കുക, അല്ലെങ്കിൽ അത് അധ്യാപകരിൽ നിന്നാവാം, പാരൻസിൽ നിന്നാവാം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ ഇത്തരത്തിൽ പഠനത്തെ സമീപിക്കുന്നതിൽ പല പ്രശ്നങ്ങളും ചില കുട്ടികൾ നേരിടുന്നുണ്ടാവാം. ഇതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പറയുന്നത്. പ്രധാനമായും സാമാന്യ ബോധജ്ഞാനം എന്താണ്, അതിനെ നമ്മളെങ്ങനെ കൃത്യമായി മനസ്സിലാക്കി, അതുപോലെ തന്നെ സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റായി പറഞ്ഞ ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു നോളജ് നമുക്ക് ഈ യൂണിറ്റിൽ നിന്നും ഈ പാഠഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.